നമസ്കാരം. ഏറെ കാത്തിരുന്ന T20 ലോകകപ്പ് അങ്ങനെ ഇന്ത്യ അലമാരയിൽ എത്തിച്ചിരിക്കുകയാണ്. 2007 പ്രഥമ T20 ലോക കിരീടം ഇന്ത്യക്കായിരുന്നു. ഇതിനുശേഷം ഇന്ത്യ T20 ലോക കിരീടം നേടുന്നത് ഇപ്പോഴാണ്. അന്ന് ധോണിക്ക് കീഴിലായിരുന്നു ഇന്ത്യ കുട്ടി ക്രിക്കറ്റ് രാജാക്കന്മാരായത് എങ്കിൽ ഇത്തവണ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത്. 2 ലോകകപ്പ് കിരീട നേട്ടവും ഇന്ത്യയെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഒരുപാട് നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. എന്നാൽ 2 ലോകകപ്പുകളും തമ്മിലുള്ള ചില കൗതുകകരമായ സാമ്യതകൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. 5 സാമ്യതകൾ പ്രധാനമായും നമുക്കിതിൽ പറയാനാകും. അതിലൊന്നാമത്തെ സാമ്യത 2 ഫൈനൽ മത്സരത്തിലും ഡൽഹിക്കാരൻ 70 റൺസിലധികം നേടുകയും ഇന്ത്യ 10 റൺസിൽ താഴെ ജയിക്കുകയും ചെയ്തു എന്നതാണ്. 2007 ഗൗതം ഗംഭീർ 54 പന്തിൽ 75 റൺസോടെ ഇന്ത്യക്കായി കസറിയപ്പോൾ ഇത്തവണ ആ സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് ഉള്ളത്. 59 പന്തിൽ 76 റൺസാണ് കോഹ്ലി ഫൈനലിൽ കുറിച്ചത്. 2007 5 റൺസിനായിരുന്നു ഇന്ത്യ ജയിച്ചതെങ്കിൽ ഇത്തവണ 7 റൺസിനാണ് ഇന്ത്യ വിജയം നേടിയത്. 2 ലോകകപ്പ് ഫൈനലിലും ഡൽഹി താരങ്ങളുടെ മികവാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചതെന്ന് പറയാം. വിരാട് കോഹ്ലി ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8ലും നിരാശപ്പെടുത്തിയ ശേഷമാണ് ഫൈനലിൽ നിർണായക പ്രകടനത്തോടെ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറിയത്. ഇനി രണ്ടാമത്തെ കാര്യം, 2 ലോകകപ്പിലും ഇന്ത്യയുടെ ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. 2007 ലോകകപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലായിരുന്നു സ്കോട്ട്ലൻഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഈ മത്സരം കളിക്കാൻ സാധിച്ചില്ല. മഴ മൂലം ഈ മത്സരം ഉപേക്ഷിച്ചു. ഇത്തവണത്തെ ലോകകപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ കാനഡയ്ക്കെതിരായ മത്സരം കളിക്കാൻ സാധിച്ചില്ല. ശക്തമായ മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം, 2 ലോകകപ്പിലും ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ തലപ്പത്ത് നിന്നത് സിംഗ് സർനെയിം വരുന്ന ഇടം കയ്യൻ താരമാണ്. 2007 ഇടം കയ്യൻ സ്പേസറായ RP സിംഗ് ആണ് വിക്കറ്റ് വേട്ടയിൽ തലപ്പത്ത് നിന്നത്. 6 മത്സരത്തിൽ നിന്ന് 12 വിക്കറ്റാണ് RP സിംഗ് വീഴ്ത്തിയത്. ഇപ്പോൾ അർഷ്ദീപ് സിംഗ് ആണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതെത്തിയത്. 8 മത്സരത്തിൽ നിന്ന് 17 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഇത്തവണ ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും പേസ് നിരയിൽ തിളങ്ങിയത് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിൽ നിർണായകമാവുകയായിരുന്നു. ബുംറ 15 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മറ്റൊരു സാമ്യതയുള്ളത് 2 ലോകകപ്പിലും ഇന്ത്യ ഒരു ലെഗ് സ്പിന്നറെ പൂർണ്ണമായും ബെഞ്ചിലിരുത്തി എന്നതാണ്. 2007 പീയൂഷ് ചൗള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചതുമില്ല. ഇത്തവണ യുസ്വേന്ദ്ര ചാഹലിനായിരുന്നു ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയെങ്കിലും ഒരു മത്സരം പോലും കളിച്ചില്ല. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ എന്നിവർക്കും ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. മറ്റൊരു പ്രത്യേകത, വലം കൈൻ പേസറെ ഇന്ത്യ 3 മത്സരങ്ങൾക്ക് ശേഷം പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റി എന്നതാണ്. 2007 അജിത് അഗാർക്കർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റി. ഇത്തവണ മുഹമ്മദ് സിറാജിനെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ മാറ്റിയത്. കുൽദീപ് യാദവിനായാണ് സിറാജിന് വഴിമാറിക്കൊടുക്കേണ്ടി വന്നത്. അഗാർക്കറും സിറാജും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇത്തരത്തിൽ നീണ്ടുപോകുന്നു കൗതുകകരമായ ഒരു 2007 2024 തമ്മിലുള്ള ലോകകപ്പിലെ സാമ്യതകൾ.